അപ്പം മത്സരിക്കണം ഇതിനെ പോരാടണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞ അന്നോടാക്കാൻ ഞാനൊരു 25,000 ഉറുപ്പിക ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരാ ഈ പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ? നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പൊ അതുപോലെ അറിയാം, ആർക്കറിയാം? 2 കൂട്ടർക്കും അറിയാം അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതൊക്കെ അങ്ങനെ തള്ളുകയാണ്. ഇവനെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് ഇവർക്കറിയാം. അത് 2ാമത്തെ ഭാഗം. അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായന. ഈ 2 കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പം ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവനും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? ഇതിന്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ, അപ്പൊ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അന്നൂറാക്കാം 3 ബൂത്തിന്റെ കാര്യം ഞങ്ങളേറ്റ്. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു എന്ന്, ആന ചവിട്ടിക്കൊന്ന്, ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗതി. ഞാൻ എന്ത് ചെയ്യും? 100%. വി ഡി സതീശൻ മാത്രമല്ല, ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി PV അൻവറിന്റെ രാഷ്ട്രീയം, ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ വിവരം കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. ഞാനിനി ഇല്ല, UDF ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് ശേഷിയില്ല. അതുപോലെ തീരുമാനിച്ചോട്ടെ. എന്റെ പ്രശ്നമല്ലല്ലോ. താങ്കളുടെ പ്രശ്നം ഇപ്പം അതാണ്. ഈ വോട്ട് എന്താവുന്നില്ലേ? ഞാനീ പറഞ്ഞില്ലേ, പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും ഞാൻ, ഇല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണോലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയാ, അവരല്ലേ അന്നും ഇന്നും എൻ്റെ കൂടെ ഉള്ളൂ. ഓലെടുത്ത് എവിടെയാ പണം? ഒരു ജീവിതത്തിൽ 2 അറ്റം മുട്ടിക്കാണ്. ഇപ്പൊ സകല നാട്ടിലും പനിയായി, മഴ തുടങ്ങിയിട്ട്. ഓൽക്കൊരു പാരാസെറ്റമോൾ വാങ്ങാൻ ശേഷിയില്ലാക്കുക. എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോലോ. ഞാൻ ഒരു പൈസ ഈ ഗവൺമെന്റ് 9 കൊല്ലത്തിലേക്ക് വാങ്ങിയിട്ടില്ല. ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ PV അൻവർ വാങ്ങിയിട്ടില്ല. എനിക്കും കുടുംബം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വിമാനവും കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള MP-മാരും MLA മാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ. ഓലൊക്കെ ചികിത്സയ്ക്ക് അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട്. അവിടെ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകും. ഇപ്പൊ ഞാൻ ബേബി പോയി കിടന്നില്ലേ ഒരാഴ്ച മുമ്പ്, നിങ്ങൾക്ക് അറിയാലോ. 77,000 ഉറുപ്പിക ഞാൻ ബില്ലടച്ചിട്ടാ പോകുന്നത്. ഞാൻ റീഇംബേഴ്സ്മെന്റിന് ഇന്ന് വരെ വെല്ലുവിളിക്കുക, വല്ല കൊണ്ടുവരട്ടെ കണക്കുണ്ടോന്ന്. മറ്റോലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്കയിൽ പോയിട്ട് പരിശോധിക്കണം അല്ലേ? ആരാ പോണ്? വിമാനമുണ്ട്, ഓന് കപ്പലുണ്ട്, സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാം. അത് ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ടാ. അതന്നെ വ്യത്യാസം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഏത് മുതലാളി എന്റെ കൂടെ? അതിന് വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ലേ പോരാട്ടം ഇനി ഉണ്ടാവുക. മലയാളമല്ലേ മാഷ ഇവിടെ പറഞ്ഞു? നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുക. ഓക്കെ, ഇല്ലല്ല, അവസാനിച്ചു. എനിക്കിനി ഒന്നും പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പി. അൻവർ
വാർത്താ സമ്മേളനം പൂർത്തിയാക്കി മടങ്ങുന്നു. UDF-ലേക്കില്ല എന്നുള്ള പ്രഖ്യാപനം PV അൻവർ നടത്തിയിരിക്കുന്നു. മത്സരിക്കാനില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ പണമില്ല, അവിടെ LDF-ഉം UDF-ഉം പണമൊഴുക്കും, തെരഞ്ഞെടുപ്പിൽ തൻ്റെ കയ്യിൽ മത്സരിക്കാൻ പണമില്ല, അതുകൊണ്ട് താൻ വീടിൻ്റെ കോലായിലുണ്ടാകും എന്നാണ് PV അൻവർ പറയുന്നത്. പിണറായി സത്തിനെതിരെയാണ് താൻ പോരാട്ടം തുടങ്ങിവെച്ചത്, അത് തുടരും എന്ന് പറയുന്നുണ്ട്. LDF-ഉമായി ഏതെങ്കിലും തരത്തിൽ പിന്നീട് ചർച്ചകൾ നടത്തിയോ എന്നുള്ള ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ PV അൻവർ ഏതായാലും UDF-ലേക്കില്ല എന്നുള്ള കാര്യം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അങ്കത്തട്ടിലും PV അൻവർ ഉണ്ടായിരിക്കില്ല.